ബംഗ്ലാദേശിലെ ധാക്കയിൽ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ ബംഗ്ലാദേശികളുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ത്യ വിസ അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഹിന്ദുവിരുദ്ധ കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശികൾക്ക് വിസ നൽകുന്നത് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഗൗതം, എങ്ങനെയാണ് അവിടെ ഈ പ്രതിഷേധം നടക്കുന്നത്? ഇന്ത്യ വിസ നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് അവിടുത്തെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ. പക്ഷേ എന്തിനാണ് ഇപ്പോൾ അങ്ങനൊരു പ്രശ്നം അവിടെ നടക്കുന്നത്? അതെങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും എന്നുള്ളത് വളരെ അല്ല, ഇതിൽ ഏറ്റവും വിചിത്രമായി തോന്നുന്നത് ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭം, ആക്രമണവും കൊലയും നടത്തിയവർക്ക് ഇപ്പൊ ഇന്ത്യയിൽ വരണമെന്നാണോ? എന്താണ് ഇവരുടെ ആവശ്യം? ഗൗതം, പ്രതിപിള്ള അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ ഇന്ത്യ വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലുള്ള ഈ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ശരിക്കും പ്രതിഷേധമെന്ന വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതൊരു പ്രതിഷേധമല്ല, മറിച്ച് അവിടെ നമുക്ക് ലഭ്യമാകുന്ന വിവരം വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും അവർക്ക് നേരെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു കോലാഹലമാണ് ആ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം, കഴിഞ്ഞ കുറച്ചു നാളുകളായി അവിടെ നടന്നുകൊണ്ടിരുന്നത് പച്ചയായ ഭാരത വിരുദ്ധ കലാപവും അതോടൊപ്പം തന്നെ ഹിന്ദു വിരുദ്ധ കലാപവുമാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നല്ല. അത് സംബന്ധിച്ചുള്ള ധാരാളം തെളിവുകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഭാരതത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സർക്കാരിനെ വളരെ ബോധപൂർവമായി പാക് ചാരസംഘടനയായ ISIയും അതോടൊപ്പം തന്നെ ചൈനയുൾപ്പെടെയുള്ള ശക്തികളുടെയും പിന്തുണയിൽ ജമാഅത്തെ ഇസ്ലാമി അവിടെ വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കലാപത്തിന്റെ ഭാഗമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ. അതിനെ തുടർന്ന് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ രാജ്യത്തേക്ക് അഭയാർത്ഥിയായി എത്തേണ്ട സാഹചര്യം എല്ലാം അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബഹളത്തിന്റെ അടിസ്ഥാനം എന്നത് ധാരാളം ബംഗ്ലാദേശുകാർ തൊഴിൽ തേടി നമ്മുടെ രാജ്യത്തേക്ക് എത്താറുണ്ട്. നമുക്കറിയാം, ബംഗ്ലാദേശ് അത്ര ഒരു വികസിത രാജ്യമോ ഒന്നുമല്ല, വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ സഹായത്തോടു കൂടി പലപ്പോഴും അവരെ സാമ്പത്തികമായി ഭാരതമാണ് സഹായിച്ചിട്ടുള്ളത്. ആ രാജ്യത്തിന്റെ രൂപീകരണത്തിന് തന്നെ കാരണമായത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടലും അന്നത്തെ ഭാരത സർക്കാരിന്റെ നീക്കങ്ങളും ഒക്കെയാണ്. അതുകൂടാതെ തന്നെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ, അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ നമ്മുടെ രാജ്യം വലിയ പിന്തുണ അവർക്ക് നൽകിയിട്ടുള്ളതാണ്. അതുകൂടാതെ ധാരാളം ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് തൊഴിലിനായി എത്താറുമുണ്ട്, വിവിധ രീതിയിലുള്ള ജോലികൾക്കായി എത്തുന്നുണ്ട്. പക്ഷേ അടുത്തിടെ നടന്നിട്ടുള്ള ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ആ സംഘർഷത്തിന് ആ കലാപത്തിന് രണ്ട് സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ വിരുദ്ധമായ സ്വഭാവം, അവിടെ നിലനിന്നിരുന്ന ഭാരതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാരിനെ, അവാമി ലീഗിന്റെ സർക്കാരിനെ അവിടെ നിന്നും മാറ്റി ഭാരതത്തോട് ശത്രുത പുലർത്തുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബീഗം കാളിദാസിയെ അവിടെ പ്രധാനമന്ത്രിയാക്കുക എന്ന ലക്ഷ്യം. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ ഇനിയും ശേഷിക്കുന്ന 7% മാത്രം വരുന്ന ഹിന്ദുക്കളെ പൂർണ്ണമായി അടിച്ചമർത്തുക, അതിനെ ഇല്ലാതാക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. ഈ രണ്ട് ലക്ഷ്യം മുൻനിർത്തിയുള്ള കലാപത്തെ തുടർന്ന് ഭാരതം നിലവിൽ ബംഗ്ലാദേശികൾക്ക് വിസ നൽകുന്നില്ല. താൽക്കാലികമായി ആ പ്രോസസ്സ് നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ അതിനെതിരെയാണ് വലിയ ബഹളം ബംഗ്ലാദേശികളുടെ നേതൃത്വത്തിൽ ഈ ധാക്കയിൽ നടക്കുന്നത്. ശരി.